ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് IPL ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് IPL വേണ്ടിയാണ്. ആകെ കൂടി ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴത്തെ IPL സാധ്യതാ ഷെഡ്യൂൾ പുറത്തുവന്നിരിക്കുകയാണ്. ഏപ്രിൽ 1 IPL ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. CSKയും RCBയും തമ്മിലായിരിക്കും ഏപ്രിൽ 1 ആദ്യ മത്സരം. രാത്രി 7:30 മാച്ച് ആരംഭിക്കുന്നത്. ഇപ്രാവശ്യത്തെ IPL ആവേശകരമാകുമെന്നത് ഉറപ്പാണ്. 2 ഷെഡ്യൂളായിട്ടാണ് IPL നടത്തുന്നതെന്നാണ് റിപ്പോർട്ട്. അടുത്തൊരു അപ്ഡേറ്റ് സർഫറാസ് ഖാനുമായി ബന്ധപ്പെട്ടതാണ്. ഇക്കഴിഞ്ഞ IPL ലേലത്തിൽ സർഫറാസ് ഖാൻ അൺസോൾഡ് ആയിരുന്നു. താരത്തിൻ്റെ ബേസ് പ്രൈസ് 20 ലക്ഷമായിരുന്നു. എന്നാൽ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ സർഫറാസ് ഖാൻ അരങ്ങേറ്റം നടത്തി. മികച്ച ബാറ്റിംഗ് ആണ് സർഫറാസ് പുറത്തെടുത്തത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏകദിനം പോലെയാണ് സർഫറാസ് കളിച്ചത്. താരത്തിൻ്റെ ബാറ്റിംഗ് മികവ് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ സർഫറാസ് ഖാന് വേണ്ടി IPL ടീമുകൾ രംഗത്തുണ്ട്. CSKയും കൊൽക്കത്തയുമാണ് ഇപ്പോൾ സർഫറാസിന് വേണ്ടി രംഗത്തുള്ളത്. CSK താരത്തെ വാങ്ങിയേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. സർഫറാസ് ഉണ്ടെങ്കിൽ അത് CSK ടീമിന് മധ്യനിരയിൽ ശക്തി പകരും. സർഫറാസ് ഖാൻ CSK ടീമിൽ കളിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് തിലക് വർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. തിലക് വർമ്മ മുംബൈ ടീമിലെ താരമാണ്. മുംബൈയുടെ മധ്യനിരയിലെ വിശ്വസ്തനാണ് തിലക്. എന്നാൽ ഇപ്പോൾ തിലക് വർമ്മയെ ട്രേഡ് ചെയ്യാൻ പോവുകയാണ് RCBയിലെ മൈക്ക് ഹസനാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. RCB ടീമിന്റെ മധ്യനിരയിലേക്ക് തിലക് വർമ്മയെ അവർക്ക് ആവശ്യമുണ്ടെന്നാണ് മൈക്ക് ഹസൻ പറഞ്ഞിരിക്കുന്നത്. തിലകിന് വേണ്ടി ഞങ്ങൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. തിലക് വർമ്മ RCB ടീമിലേക്ക് വരുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. തിലകിനെ ട്രേഡ് ചെയ്യാനാണ് RCB ഒരുങ്ങുന്നത്. തിലകിനെ മുംബൈ ടീം വിട്ടുകൊടുക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. ഒരുപക്ഷെ തിലകിനെ കൊടുത്താൽ അതുപോലത്തെ മികച്ചൊരു താരത്തെയായിരിക്കും മുംബൈ ടീം വാങ്ങുന്നത്. അപ്പോൾ ഈ IPL ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.